സ്ത്രീയാണ് അല്ലെങ്കിൽ അവർ റീൽ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അവർ സംഭവിച്ചു പോയി അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞതുകൊണ്ട് ആ ഒരു കാര്യം ഇല്ലാതായി പോയിട്ടില്ല. ഇവളൊക്കെ അഹങ്കാരം കൊണ്ടാണ് ജീവിക്കുന്നത്. എന്ത് ഇൻഫ്ലുവൻസർ വെറുതെ വീഡിയോകൾ വന്നിട്ടുള്ളത്. വർഷം 2025 ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കുറച്ചു മുമ്പ് ഞാനൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫറെ കുറിച്ച്. ബിഗ് ബോസ് താരം കൂടിയായിരുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന കാര്യം. പുള്ളിക്കാരിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തെ റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു നാട്ടിൽ മതവിശ്വാസം എത്രത്തോളം ശക്തമാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സന്ദർഭത്തിലൂടെ ആയിരിക്കും ജാസ്മിനോ കടന്നു. ജാസ്മിന്റെ ഈ വാർത്ത കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസമായിട്ട് ജാസ്മിന്റെ ഏറ്റവും വൈറലായിട്ടുള്ള റീൽസ് മുന്നോട്ട് വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അത് ഭയങ്കര ചർച്ചാ വിഷയമാവുകയും ജാസ്മിനെതിരെ വാർത്തകളിൽ വരെ അതൊരു തെറ്റാണെന്ന രീതിയിൽ ഒരുപാട് വാർത്തകൾ മുന്നോട്ട് വരികയും ജാസ്മിൻ മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടുകയും ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ വന്നേക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, അറിയത്തില്ല, ജാസ്മിൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല അത് പോയി ചെയ്തത്. ഇതിനെ കൂടെ ക്യാമറമാന്മാരുണ്ടായിരിക്കാം. എന്തൊക്കെയാന്ന് പറഞ്ഞാലും അവർക്ക് ഇത്രത്തോളം ബുദ്ധിശൂന്യത അല്ലെങ്കിൽ ഇത്രത്തോളം അറിവില്ലാതെയാണ് ചെയ്തത്. ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിലൊക്കെ പങ്കെടുത്തത് നമുക്കറിയാം. ജാസ്മിന് ഹൈന്ദവ വിശ്വാസത്തെ കുറിച്ച് അല്ലെങ്കിൽ ഹൈന്ദവ ആചാരത്തെ കുറിച്ച് എത്രത്തോളം ഒരു അറിവുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഓരോരുത്തർക്കും അറിവിന്റെ പരിമിതി കൊണ്ട് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ ഇതിനെ കാണാം. പക്ഷെ എന്നിരുന്നാലും പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ് ഗൈസ്. ആ ഒരു വാർത്ത കണ്ടതും അതിനുശേഷം അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയില്ല ജാസ്മിൻ എന്താണ് സംഭവിച്ചത്. പ്രായത്തിന്റെ അറിവില്ലായ്മ എന്നൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഒരു വീഡിയോ മുന്നോട്ടിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും യാതൊരു രീതിയിലും വെക്കാത്ത പോകുന്ന ഒരു സാഹചര്യമാണ് ഗൈസ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ ഓർക്കാതെയും കാണാതെയും ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ വന്നു ഭവിച്ചേക്കാവുന്ന ചില കാര്യങ്ങളാണ് ഗൈസ് ജാസ്മിൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് ആ വാർത്ത കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ റീൽസ് ചിത്രീകരണത്തിനിടെ കാൽ കഴുകിയ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ പുണ്യാഹം. ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കും. നാളെ രാവിലെ മുതൽ 18 പൂജകളും 18 ശീവേലിയും വീണ്ടും നടത്തും. അഞ്ജുരാജ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജുരാജ് പറയും. അർജോദയ ഗുരുവായൂർ ദേവസ്വത്തിന്റേതാണ് തീരുമാനം. അഹിന്ദുവായ ജാസ്മിൻ ജാഫർ ഈ ക്ഷേത്രസ്കൂളത്തിൽ എത്തുകയും അവിടെ കാൽ കഴിക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം തന്നെയായിരുന്നു. ആ സമയത്ത് ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ടെമ്പിൾ പോലീസ് ഇവർ ഈ പരാതി സ്വീകരിക്കുകയും കോടതിയുടെ പരിഗണനയ്ക്കായി വെക്കുകയും ചെയ്തു. കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ഈ പുണ്യാഹം നടത്താനും ശുദ്ധി വരുത്താനുമുള്ള ചടങ്ങുകളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ താഴെ വന്നിട്ടുള്ള കമന്റുകളാണ് ഗൈസ് ഏറ്റവും കൂടുതൽ നമ്മൾ ഞെട്ടിക്കുന്നത് എന്നുള്ളത്. കാരണം എത്രത്തോളമാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിൽ മതവിശ്വാസം അല്ലെങ്കിൽ മതത്തിലുള്ള വേർതിരിവ് എത്രത്തോളം ഉണ്ടെന്ന് മതങ്ങൾ തമ്മിലടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ ഒരു കമന്റ് ബോക്സ് നമ്മൾ കാണുന്നത്. ഒരു സാധാരണ ഭക്തൻ ക്ഷേത്രത്തിൽ കടക്കണമെങ്കിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പുറത്തു വെച്ചിട്ടേ കടക്കാൻ പറ്റൂ. എന്നിട്ടും ഈ അങ്ങനെയൊക്കെ വാക്കുകളാണ്. എവിടെ ക്യാമറയും കൊണ്ടുവന്ന് റീൽ എടുത്തപ്പോൾ ആരും ഗൗനിച്ചില്ലേ? വെള്ളത്തിലും അയിത്തം, നാളെ കീഴ്ജാതിക്കാർ കയറിയാലും അയിത്തം കൽപ്പിക്കുമല്ലോ. നമ്മളൊക്കെ പറയുന്നുണ്ട്. പണ്ട് നമ്മുടെ ഒരുപാട് മഹാത്മാക്കൾ മതത്തെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്താണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെ നമ്മുടെ ഗുരുദേവനൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ കാര്യങ്ങൾ. പക്ഷെ അത് വെറും വാചകങ്ങൾ മാത്രമാണ്. നമ്മുടെ കാലങ്ങൾ എത്ര കഴിഞ്ഞു പോയാലും ഓരോ മതങ്ങളിലും ഓരോ മതവിശ്വാസമുണ്ട്, അവരുടെ ചില ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുണ്ട്. അത് അത് എന്നും പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. എല്ലാവരും ഒരുപോലെ ഏകമാണ്, എല്ലാവരും ഒന്നാണ്, ഒരുമയോടെ സമത്വം എന്നുള്ള കാര്യമൊന്നും ഇല്ല. ഈ ഞാനിപ്പോ വായിച്ച ആ ഒരു കാര്യം ഉണ്ടല്ലോ, അയിത്തം എന്നൊരു കാര്യമൊക്കെ വീഡിയോയിൽ കൂടെ പോലും പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഒന്നിരുന്നാലും അതൊക്കെ പറയാതെ അറിയാതെ എങ്ങും അതൊക്കെ നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഗൈസ് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാകുന്നത്. ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ അവരുടെ റീൽ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അവർ സംഭവിച്ചു പോയി അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞതുകൊണ്ട് ആ ഒരു കാര്യം ഇല്ലാതായി പോയിട്ടില്ലല്ലേ. അത് വാർത്തയായി ഇപ്പൊ അവിടെ വലിയൊരു കാര്യത്തിലേക്ക് ആ ഒരു സ്ത്രീ അതും കൂടെ കയറിയത് കൊണ്ട് അവിടെ ഒരു പുണ്യാഹം നടത്തി ഒരു ശുദ്ധി വരുത്തുന്ന രീതിയിലേക്ക് അത്രത്തോളം മതം അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങൾ അത്രത്തോളം ശക്തമാണെന്നുള്ള കാര്യമാണ്. ഓരോ മതവിശ്വാസവും ഇല്ല, എല്ലാവരും ഏകമാണ് അല്ലെങ്കിൽ എല്ലാവരും ഒന്നാണ്, ഒരുമയോടെ എന്നൊന്നും കാര്യമൊന്നുമില്ല. ഇവളൊക്കെ അഹങ്കാരം കൊണ്ടാണ് ജീവിക്കുന്നത്. എന്ത് ഇൻഫ്ലുവൻസർ വെറുതെ വിടരുത്, മത ആചാരങ്ങൾ ബഹുമാനിക്കുക എന്നൊക്കെ പറഞ്ഞാണ് പല കമന്റുകളും വന്നിട്ടുള്ളത്. വർഷം 2025 അല്ലേ ഈ വേണ്ടാത്ത കമന്റുകൾ നമുക്ക് വിരോധമുണ്ട്.
ദൈവത്തിന്റെ പേരും പറഞ്ഞ് മനുഷ്യനെ വേർതിരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള കുറെ ആചാരങ്ങൾ കാലം മുൻപോട്ട് കഴിയുമ്പോൾ മനുഷ്യനെ പുറകോട്ട് വലിക്കാനായി മാത്രം പ്രേരണ നൽകുന്ന കുറെ ആചാരങ്ങൾ. ആർക്കാണ് എന്ത് ഗുണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തോന്നിവാസമാണ്. ഒരു സ്ത്രീ കയറിയാൽ ഇടിഞ്ഞു വീഴുന്നതാണോ ഈ പറയുന്ന ആചാര അനുഷ്ഠാനങ്ങൾ? ഇങ്ങനെയാണെങ്കിൽ എത്ര പേര് അവിടെ അഴിമതിയും മറ്റു തോന്നിവാസങ്ങളും കാണിക്കുന്നു. ഇതിനൊക്കെ എത്ര പുണ്യാളം തളിക്കണം. പലരും വിമർശിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഞാൻ ഇതിൽ ഈ ഒരു വാർത്ത വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചു ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞ ആഗോള തീർത്ഥാടന കേന്ദ്രമായിരിക്കുന്നു. പക്ഷെ ഒരിക്കലും അല്ല. അവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ച്, ഞാൻ കുറെ വാർത്തകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടുത്തെ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു കാര്യം അവിടെ വ്യക്തമായിട്ട് അവിടെ നിർബന്ധിതമായി പറയുന്ന ഒരു ക്ഷേത്രമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ എനിക്കത് പക്ഷെ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ ഇതിനു മുമ്പ് ഇത് വന്നപ്പോ തന്നെ ഇത്രത്തോളം വിഷയമാണെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ആ ഒരു വിഷയം എടുക്കാനും പ്രതികരിക്കാഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല. ക്ഷേത്രത്തിൽ അത്രത്തോളം ഒരു നിർബന്ധിതമായ ഒരു കാര്യം ഉള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. അതുകൊണ്ടാണ് അത്രയും ഒരു കാര്യം. ശബരിമല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള തീർത്ഥാടനമാണ്. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രം അങ്ങനെയല്ല. അവിടെ കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുന്ന ക്ഷേത്രമാണ്. പക്ഷെ എനിക്കറിയില്ല ജാസ്മിൻ എന്തുകൊണ്ടാണ് ജാസ്മിൻ സംഭവിച്ചു പോയെന്ന് അറിയത്തില്ല. പ്രായത്തിന്റെ പക്വത എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അറിയത്തില്ല, മേ ബി എനിക്കറിയില്ല. ജാസ്മിൻ ആയാലും ജാസ്മിന്റെ കൂടെ ഉള്ളവർക്കും അറിയാതെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. പക്ഷെ ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ ആരും അതിനെ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ്. മതവിശ്വാസം, മത ആചാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും അത് അന്നത്തെ പോലെ അതിനേക്കാൾ കുറച്ചും കൂടെ ഒരു ചെറിയ ഒരു ഇതേ ഉള്ളെന്ന് തോന്നല്ലേ. എന്നിരുന്നാലും മതവിശ്വാസം, മതങ്ങൾക്കിടയിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ശക്തമായി നിലനിൽക്കുന്ന ഒരു കാലം തന്നെയാണ് ഇന്ന്. അതൊക്കെയാണ് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഗൈസ്, പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.